നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ സൂപ്പർ കപ്പിൽ ഇന്ന് കിരീടം തേടി ആസ്റ്റൺ വില്ല ഇറങ്ങുമ്പോൾ എമിലിയാനോ മാർട്ടിനസ് അവരുടെ ഗോൾ വല കാക്കാനുണ്ടാകുമോ? യൂറോപ്പ ലീഗിൻ്റെ ഫൈനലിൽ വാമപ്പിനിടക്ക് കൈവിരലിന് പൊട്ടേറ്റിട്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങി ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയ നിശ്ചയദാർഢ്യത്തിൻ്റെ ഉടമ എമിലിയാനോ മാർട്ടിനസ്, അദ്ദേഹം ഈ സൂപ്പർ കപ്പിൽ കിരീടം ചൂടാനുണ്ടാകുമോ? ആ പൊട്ടലേറ്റ വിരലും കൊണ്ട് വേൾഡ് കപ്പും കളിക്കേണ്ടി വന്ന എമിയെ നമുക്കറിയാം. ഏതായാലും സൂപ്പർ കപ്പ് ഇന്ന് നടക്കുമ്പോൾ, ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 PSG-ക്കെതിരെ ആസ്റ്റൺ വില്ല ഇറങ്ങുമ്പോൾ അവരുടെ ഗോൾ വല കാക്കാൻ എമി മാർട്ടിനസ് ഉണ്ടാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ കാര്യം ഇന്നലെ ഒഫീഷ്യലി കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കോച്ച് ഉനായ് എമറി. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൻ്റെ ഭാഗമായി. അതിലദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, എമിയും അതുപോലെ തന്നെ വേൾഡ് കപ്പിൽ ലേറ്റർ സ്റ്റേജിലേക്ക് എത്തിയ ചില താരങ്ങളും ഈ മത്സരം കളിക്കാനുണ്ടാവില്ല. അത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അവർ ഇവിടെ ഞങ്ങളോടൊപ്പം ഇല്ല, കാരണം അവരുടെ സീസൺ അവസാനിച്ചത് ജൂലൈ 19 മാത്രമാണ്. അതായത് വേൾഡ് കപ്പ് ഫൈനൽ അതാണ് ജൂലൈ 19. അപ്പോൾ ജൂലൈ 19 മാത്രമാണ് അവരുടെ സീസൺ അവസാനിച്ചത്. അപ്പോൾ അവർക്ക് ഞാൻ 4 ആഴ്ചയിലെ റെസ്റ്റിനുള്ള സമയം കൊടുത്തിട്ടുണ്ട്. 4 ആഴ്ച അവർക്ക് ഞാൻ റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പം അബ്സല്യൂട്ട്ലി ആ ഒരു റെസ്റ്റ് അവർക്ക് നെസസറി ആണ് അടുത്തൊരു സീസൺ കളിക്കണമെങ്കിൽ എന്നാണ് കോച്ച് പറഞ്ഞത്. അപ്പോൾ ആരൊക്കെ പുറത്ത് എന്നുള്ളത് അതിൽ വളരെ വ്യക്തമാണ്. അപ്പം ഒലി വാറ്റ്കിൻസ്, എസ്രി കൊൻസ അവർ ആബ്സെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എമിലിയാനോ മാർട്ടിനസും ആബ്സെൻ്റ് ആയിരിക്കും. വേൾഡ് കപ്പിൻ്റെ സെമിയും വേൾഡ് കപ്പിൻ്റെ ഫൈനലും ഒക്കെ കളിച്ച താരങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ കളിക്കളത്തിലേക്ക് തിരികെ എത്തിച്ചാൽ അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് കോച്ച് പോയിരിക്കുന്നത്. അപ്പോൾ എമി മാർട്ടിനസ് ഇല്ലെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ ആരായിരിക്കും അവരുടെ ഗോൾ വല കാക്കുക എന്നതാണ് ചോദ്യം. അതിന് ഉത്തരം മറ്റൊന്നുമല്ല, മാർക്കോ ബിസോട്ട് എന്നുള്ളതാണ്. ഡച്ചുകാരനായിട്ടുള്ള മാർക്കോ ബിസോട്ടായിരിക്കും ഇന്ന് അവരുടെ ഗോൾ കീപ്പറായിട്ട് ഇറങ്ങുക. ദിബു ഏതായാലും അധികം വൈകാതെ തന്നെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും എന്നുകൂടി ഇപ്പോൾ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓഗസ്റ്റ് 23 ബ്രൈറ്റണെതിരെയാണ് അവരുടെ പ്രീമിയർ ലീഗിലെ ഓപ്പണർ മത്സരം. ആ കളിക്ക് അദ്ദേഹം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. എന്തായാലും വില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ കളിക്ക് ശേഷം അവർ ഇനിയൊരു ഫൈനൽ പ്രീ സീസൺ ഫ്രണ്ട്ലി കൂടി കളിക്കുന്നുണ്ട് ബൊറൂസിയ മോൺഷൻ ഗ്ലഡ്ബാക്കുമായിട്ട്. എന്തായാലും എമി മാർട്ടിനസ് അധികം വൈകാതെ ടീമിനോടൊപ്പം ചേരും. അടുത്ത സീസണിൽ അവരുടെ ഗോൾ വല കാക്കുകയും ചെയ്യും. അദ്ദേഹത്തിന് ട്രാൻസ്ഫറിന് ചില സാധ്യതകൾ ഉണ്ടായിരുന്നെങ്കിലും ഒടുവിൽ യുവൻ്റസ് അത് വേണ്ടെന്ന് വെച്ച് പിൻവാങ്ങുകയായിരുന്നു. ഇപ്പോൾ അവർ സിസൂക്കിയെ കൊണ്ടുപോവുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.